നമസ്കാരം. പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഏവർക്കും പ്രിയപ്പെട്ട യൂട്യൂബ് ചാനലാണ്. ഒരു ഫാമിലി വ്ലോഗാണ്. നിരവധി ആരാധകരാണ് യൂട്യൂബ് ചാനലുള്ളത്. എന്നാൽ പെടുന്നതിനുണ്ടായ ചില പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ആ ഫാമിലി രണ്ടായിട്ട് പിരിക്കുകയും അവരുടെ മൂത്ത മകനായിട്ടുള്ള പ്രവീൺ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. നിരവധി കോൺട്രവേഴ്സികൾ ഇത് സൃഷ്ടിച്ചു. ഈ കുടുംബത്തിനെ നിരവധി പേര് കോൺട്രവേഴ്സിയിൽ അകപ്പെടുത്തുകയും നിരവധി മോശം കമൻറ്റുകൾ ഇവർക്കെതിരെ വരികയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഇവരുടെ ചെറിയ മകനായിട്ടുള്ള പ്രണവ് കൊച്ചു മറ്റൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ആ യൂട്യൂബ് ചാനലും ഇന്ന് പഴയ ചാനലിൻ്റെ അതേ റീച്ച് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അതേ പ്രേക്ഷക പിന്തുണ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം പ്രത്യേകമായിട്ടുള്ള അവരുടെ ഒരു അവതരണ ശൈലി തന്നെ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളുടെ ചിത്രീകരണം തന്നെ ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നിരവധി ആരാധകരാണ് പ്രണവ് കൊച്ചുവിനും ഉള്ളത്. ഈ അടുത്ത് അവരുടെ അച്ഛൻ്റെ പിറന്നാൾ ആഘോഷമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അച്ഛൻ്റെ പിറന്നാൾ ദിവസം ഓർത്തുവെച്ച് അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനം നൽകുന്ന പ്രണവിനെ നിരവധി പ്രേക്ഷകരാണ് പ്രശംസിക്കുന്നത്. വളരെ നല്ല ഒരു കാര്യമാണ് നീ ചെയ്തത്. മകൻ എന്ന നിലയിൽ വളരെ വലിയ കടമയാണ് അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. അത് നീ ചെയ്യുന്നുണ്ട്. നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പ്രശംസകളാണ് പ്രണവിന് നൽകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചില ആളുകൾ അവരുടെ സഹോദരനായ പ്രവീണിനെ മോശമാക്കി കമൻ്റ് ഇടുന്നുണ്ട്. എന്നാൽ അവരുടെ കുടുംബം ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് പ്രവീണും പ്രണവും എല്ലാം ഒന്നിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. ഒരുമിച്ചല്ല താമസമെങ്കിലും പരസ്പരം വിളിക്കാറുണ്ട്, പരസ്പരം എല്ലാ ചടങ്ങുകളിലും പരസ്പരം പങ്കെടുക്കാറൊക്കെ ഉണ്ട്. വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് നേരത്തെ തന്നെ അറിയിക്കുകയുണ്ടായി. എന്തായാലും ഇതെല്ലാം ഉണ്ടെങ്കിലും ആ ഒരു കുടുംബത്തിൻ്റെ ഒരു വൈബ് മറ്റൊരു തരത്തിൽ തന്നെയാണ്. നിരവധി പ്രേക്ഷകരാണ് ഇവരുടെ ആരാധകരായിട്ടുള്ളത്. പ്രണവിൻ്റെ ആ ഒരു സമ്മാനമാണ് എല്ലാ പ്രേക്ഷകരുടെയും കണ്ണുകൾ നിറയിച്ചത്. ഒപ്പം ആ അച്ഛൻ്റെ കണ്ണുകളും നിറയുന്നുണ്ട്. ഇതൊന്നും അഭിനയമാണ് എന്ന് പറയുന്നവരോട് ഒരു മറുപടി മാത്രമേ ഉള്ളൂ. ഇതൊന്നും അഭിനയമല്ല, അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന തന്നെയാണ്. കാരണം ആ അച്ഛൻ്റെ നിറ കണ്ണുകൾ അതിന് തെളിവാണ്. നമുക്ക് ആ വീഡിയോയുടെ ചെറിയ ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. പ്രണവ് അച്ഛൻ്റെ പിറന്നാളിന് നൽകാൻ പോകുന്ന ആ സമ്മാനം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും ഒപ്പം അവരുടെ അച്ഛനും. വളരെ മനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ് അച്ഛന് വേണ്ടിയിട്ട് കരുതി വച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ ആ അച്ഛൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. സത്യത്തിൽ മകൻ നൽകിയ ഏറ്റവും വിലപ്പെട്ട ഗിഫ്റ്റാണ് ഇത് എന്ന് ആ അച്ഛൻ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു രംഗം പ്രേക്ഷകരെ പോലും കണ്ണിലേറാൻ അണിയിച്ചു എന്നുള്ളതാണ്. മനോഹരമായിട്ടുള്ളൊരു അവസ്ഥ അല്ലേ? ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണാൻ കഴിയുള്ളൂ ഒരു ഫാമിലിയിലെ ഇത്രയും നേർക്കാഴ്ച എന്ന് പറയുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നെയാണ് കൊച്ചു അവരുടെ അച്ഛന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ നടുവിൽ നിന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഫോട്ടോ. തൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഒരിക്കൽ കൂടി ഓർക്കാനും അവർ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ഒരിക്കൽ കൂടി കാണാനും കഴിയുമ്പോൾ ആ അച്ഛൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നുണ്ട്. ഇതിനെ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ ഒരിക്കലും ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നില്ല. ആ അച്ഛൻ്റെ ഉള്ളിൽ തട്ടിയുള്ള ആ ഒരു കരച്ചിലാണ്. മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം അവരുടെ പ്രേക്ഷകർക്ക് കൂടി പങ്കുവയ്ക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള പ്രേക്ഷകർക്ക് അത് വളരെ മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ്. കൊച്ചു എന്ന് പറയുന്ന കുട്ടിയെ എല്ലാവർക്കും മാതൃകയാക്കാനും സാധിക്കും. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുകയും പണത്തിനേക്കാൾ ബന്ധങ്ങളാണ് മൂല്യമുള്ളത് എന്ന് പറയുന്നതും കൊച്ചുവിൻ്റെ ഈ വീഡിയോ ആണ് എന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അച്ഛൻ്റെ ആ ഒരു വാക്കുകൾ കൂടി നമുക്ക് കേട്ടു നോക്കാം കേട്ടോ. അച്ചാച്ചൻ്റെ ആയാലും അച്ഛാമ്മയുടെ ആയാലും എല്ലാം സിംഗിൾ ഫോട്ടോസേ ഉള്ളൂ. മൂന്നുപേരും ഒരുമിച്ചൊരു ഫോട്ടോ ഇല്ല. എന്തായാലും കൊച്ചുവിൻ്റെ ആ ഒരു സർപ്രൈസ് ആ അച്ഛന് വളരെ പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. അതിൽ നിന്നെല്ലാം അത് വ്യക്തമാകുന്നതാണ്.
അച്ഛൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, പക്ഷേ അച്ഛൻ ഏറ്റവും വിലപ്പെട്ട സമ്മാനം തന്നെയാണ് ആ മകൻ നൽകിയത്. തീർച്ചയായിട്ടും ഈ ഒരു മൊമെൻറ്റ് നമ്മൾ പ്രേക്ഷകർക്ക് കൂടി അവർ പങ്കുവയ്ക്കുമ്പോൾ ആ ഒരു ചാനലിൻ്റെ ഒരു പ്രയോറിറ്റി കുറച്ചും കൂടി കൂടുകയാണ്. തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് കൂടി ഒരു സർപ്രൈസും ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുമുണ്ട്. കൊച്ചുവിനെ പോലെയുള്ള മകനെ നമുക്ക് മാതൃകയാക്കാം. നമ്മുടെ അച്ഛനമ്മമാരുടെ നല്ല നിമിഷങ്ങൾ ഓർത്ത് വെച്ച് അവർക്കും ഇതുപോലെയുള്ള ഗിഫ്റ്റുകൾ നൽകാം. അവരുടെ സന്തോഷമായിട്ടുള്ള ചെറുപുഞ്ചിരികൾ നമ്മുടെ ജീവിതത്തിലും നല്ല ബ്ലെസ്സിങ് ഉണ്ടാകുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും കൊച്ചു ചെയ്ത ഈ ഒരു കാര്യം വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ അച്ഛന് ഏറെ സന്തോഷമുണ്ടാകുന്നുണ്ട്. ആ അച്ഛൻ്റെ കണ്ണുകൾ അത് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്